ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവിന്റെ ആൾക്കാർ തന്നെയാണ് നിന്നെ കുത്തിയത്. സാറേ, അത് വിഷ്ണു ചേട്ടനല്ല ചെയ്തത്. വിഷ്ണു ചേട്ടൻ അച്ഛനെ തിരക്കി വരുമ്പോഴാ അച്ഛൻ കുത്തുകൊണ്ട് ഹോസ്പിറ്റലാണെന്ന് വിവരം അറിയുന്നത് തന്നെ. അച്ഛനും മോളും കൂടി മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന പോലെ പോലീസുകാരെ പൊട്ടന്മാരാക്കരുത്. പിന്നെ ആരെ ഈ പറഞ്ഞ വേലായുധനെ കുത്തിയത്? അത് പിന്നെ അച്ഛാ, വിഷ്ണുവേട്ടനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് വേണ്ടത് സത്യങ്ങളാ. ആ സത്യങ്ങൾ സത്യസന്ധമായി അച്ഛനിൽ നിന്ന് അറിഞ്ഞാലേ എനിക്ക് എന്റേതായ രീതിയിൽ മുന്നോട്ട് പോകാനാകൂ. കാരണം അച്ഛന്റെ സുഹൃത്തിനെ കുത്തി എന്ന കുറ്റത്തിന് വിഷ്ണുവേട്ടൻ ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്നെ. വിഷ്ണുവേട്ടൻ പുറത്ത് വരണമെങ്കിൽ എനിക്ക് എന്താ അവിടെ നടന്നെന്ന് അറിയണം. മോളെ, ചാച്ചപ്പനാ വേലായുധനെ കുത്തിയത്. ചാച്ചപ്പനോ? അതെ, കണവ ചാച്ചപ്പൻ എന്ന് പറയും. ആളൊരു തല്ലിപ്പൊളിയാ. ആയിക്കോട്ടെ, പക്ഷെ ഈ ചാച്ചപ്പനും വേലായുധനും തമ്മിലുള്ള ഇഷ്യൂവിനിടയില് വിഷ്ണുവേട്ടൻ എങ്ങനെയാ ചെന്ന് പെട്ടത്? മോളെ, ഞാൻ പറഞ്ഞില്ലേ, അത് വേലായുധൻ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞു പോയതാ. ഈ ചാച്ചപ്പന് ഈ പറഞ്ഞ വേലായുധൻ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. അത് ആവശ്യപ്പെട്ട് വേലായുധൻ എൻ്റെ അടുത്ത് വരികയും ചെയ്തതാ. ഞാൻ പണം കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷെ വേലായുധൻ അത് ചാച്ചപ്പന് കൊടുത്തില്ല. അതിന്റെ പേരിൽ ആളെ ഇറക്കി ചാച്ചപ്പൻ ചെയ്യിച്ചതാണിത്. ഈ ചാച്ചപ്പൻ അറിയാതെ വേലായുധന് കുത്തേൽക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഈ ചാച്ചപ്പനെ എവിടെ ചെന്നാ കാണാൻ പറ്റും? മോളെ, അത് എന്ന് പോവാന്നടി ഡോക്ടർ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക്, ഇന്ന് എന്നെ പോവാൻ പറ്റുമെന്ന്. എനിക്ക് എന്തോന്നും പോയി ചോദിക്കടി. എങ്ങനെയുണ്ട് വേലായുധ? ഇപ്പൊ കാര്യങ്ങൾ പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സാറേ. എങ്കി പറ, വിഷ്ണു എന്തിനാ ഇത് ചെയ്തത്? ഗോപാലേഷൻ പറഞ്ഞിട്ട് വിഷ്ണു ഗുണ്ടകളെ കൊണ്ട് വേലായുധനെ തീർക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്ത കൊലപാതക ശ്രമം. അതിന്റെ കാരണം മാത്രം വേലായുധം പറഞ്ഞാ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. വിഷ്ണുവിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേലായുധന് പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം. എന്നോട് ഇത്രയും സ്നേഹം പോലീസുകാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാറേ. വിഷ്ണുവിന് ഇത്രയും ശത്രുക്കൾ ഉണ്ടെന്ന്, അതും പോലീസില്, ഞാൻ ഇന്നാ മനസ്സിലാക്കിയത്. അതവിടെ നിൽക്കട്ടെ, നീ കാര്യം പറ. എന്തൊളിപ്പിക്കാനാണ് വേലായുധൻ ഗോപാലകൃഷ്ണനോട് പണം ആവശ്യപ്പെട്ടത്? ഞാൻ പണം ആവശ്യപ്പെട്ടില്ലല്ലോ സാറേ. പിന്നെന്തിനാണ് വിഷ്ണു നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ വന്നത്? അത് സാറേ, വിഷ്ണു പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന കാര്യം എനിക്കറിയാം. മോളുടെ കല്യാണം ആയതുകൊണ്ട് കുറച്ച് കാശ് ഞാൻ കട ചോദിച്ചിരുന്നു. അതിന്റെ കാര്യം പറയാൻ വേണ്ടിയാ അവൻ വന്നത്. അപ്പോഴാണ് ഗുണ്ടകളുമായി വന്ന് നിന്നെ ആക്രമിച്ചത് അല്ലേ? വിഷ്ണുവിന്റെ ആൾക്കാർ തന്നെയാണ് നിന്നെ കുത്തിയത്? അല്ല, വിഷ്ണുവിന്റെ ആൾക്കാരല്ല എന്നെ കുത്തിയത്. ആദ്യം മൊഴിയൊന്നും അങ്ങനെയല്ലല്ലോടാ. വിഷ്ണുവാണ് ഇത് ചെയ്യിച്ചതെന്നല്ലേ? സാറേ, എന്നെ കുത്തിയത് ആ ചാച്ചപ്പന്റെ ആൾക്കാരാണ്. എന്നോട് വൈരാഗ്യം ഉള്ളതും ചാച്ചപ്പനാണ്. നീ എന്താടാ കളിക്കാണോ? നീ ആദ്യം വിഷ്ണു എന്നല്ലേടാ പറഞ്ഞത്, പിന്നെന്തിനാ മാറ്റി പറയുന്നത്? സാറിന് എങ്ങനെയെങ്കിലും ഈ കേസ് വിഷ്ണുവിന്റെ തലയിൽ കെട്ടിവെക്കണമെന്നാണോ? നീ ഭാരിച്ച കാര്യം തിരക്കണ്ട. സത്യം പറയടാ, നീ ആരെ പേടിച്ചാടാ ഈ മൊഴി മാറ്റി പറഞ്ഞത്? വിഷ്ണു നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോ? വേലായുധ, നീ ആരെയും പേടിക്കണ്ട. ഗോപാലകൃഷ്ണനും നീയും കൂടെ ചേർന്ന് എന്തൊക്കെ തിരിമറികൾ നടത്തിയിട്ടുണ്ടോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. വിഷ്ണുവിന്റെ ആൾക്കാർ തന്നെയാണ് നിന്നെ കുത്തിയത്. സാറേ, അത് വിഷ്ണു ചേട്ടനല്ല ചെയ്തത്.
വിഷ്ണു ചേട്ടൻ അച്ഛനെ തിരക്കി വരുമ്പോഴാ അച്ഛൻ കുത്തുകൊണ്ട് ഹോസ്പിറ്റലാണെന്ന് വിവരം അറിയുന്നത് തന്നെ. അച്ഛനും മോളും കൂടി മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന പോലെ പോലീസുകാരെ പൊട്ടന്മാരാക്കരുത്. സത്യമാണ് സാറേ അവള് പറഞ്ഞത്. എന്നെ കുത്തിയത് ചാച്ചപ്പന്റെ ആൾക്കാരാ. ഇപ്പൊ എവിടുന്ന് വന്നടാ ഈ ചാച്ചപ്പൻ? അവൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താടാ? സാറേ, ഞാൻ ഈ ചാച്ചപ്പന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതെ മോളുടെ കല്യാണം നടത്താൻ നോക്കിയപ്പോ അയാൾക്കത് ഇഷ്ടപ്പെട്ട് കാണൂല. എന്നെ തട്ടിയിട്ട് കല്യാണം മുടക്കാനുള്ള പ്ലാനായിരുന്നു അവന്. പക്ഷേ ആയുസിന്റെ ബലം എനിക്ക് കൂടുതലായതുകൊണ്ട് സാറിന്റെ മുമ്പിൽ ഇപ്പോഴിങ്ങനെ ഇരിക്കാൻ കഴിയുന്നു. എടാ, നീ കളിക്കുന്നത് പോലീസുകാരോടാ. നിന്റെ ആയുർരേഖ മാറ്റി വരയ്ക്കാൻ ഞങ്ങൾക്കൊരൊറ്റ രാത്രി ലോക്കപ്പിൽ കിട്ടിയാൽ മതി, കേട്ടോ? ഹലോ, അതെ, ഇതൊരു ഹോസ്പിറ്റലാ. ഇയാൾക്കിപ്പോ റെസ്റ്റ് വേണം. അപകടനില പൂർണ്ണമായും ഇയാൾ തരണം ചെയ്തിട്ടില്ല. വേലായുധ, നമുക്ക് ഇനിയും കാണേണ്ടി വരും. എന്താ വേലായുധ ഇതൊക്കെ? ഇതൊക്കെ എനിക്ക് ശീലമാ ഡോക്ടറെ. അല്ല, എനിക്ക് എപ്പോ പോവാൻ പറ്റും അത് ഡോക്ടർ പറ. രൂപ ഒരു തരം, 3000 രൂപ ഒരു തരം. ലേലം ഉറപ്പിക്കാൻ പോവാ. 3000 രൂപ 2 തരം. വിളിക്കേണ്ടവർക്കൊക്കെ വിളിക്കാം കേട്ടോ. 3100. ആ, ഭാർഗവ മുതലാളി 3100 വിളിച്ചിരിക്കുന്നു. ഭാർഗവൻ മുതലാളി 3100 ഒരു തരം. 3100 ഒരു തരം. 3100 2 തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3150. ചാച്ചപ്പനാണേ. ലേശം പച്ചമയും കണ്ടപ്പോ ഒരു പൂതി. ഇതങ്ങോട്ട് തൂക്കിയേക്കാന്ന്. മീൻ ഞാൻ കണ്ട് ബോധിച്ചു. എന്നാ പിന്നെ ഇത് നിന്റെ പോക്കറ്റിൽ വെച്ചോളാ. ഞാൻ എന്റെ വണ്ടിയിലേക്ക് മീൻ വാരിട്ടോളാം. അതെങ്ങനെ ശരിയാവും? ലേലം അവസാനിച്ചിട്ടില്ലല്ലോ. ഞാൻ 3200 വിളിക്കാൻ പോവാ. അതേ, നീ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചോടാ. ഈ ലേലം ഞാനങ്ങ് ഉറപ്പിച്ചു. ചാച്ചപ്പം വിളിച്ചു കഴിഞ്ഞാ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിളി ഇവിടെ പതിവുള്ളതല്ല. അങ്ങനെ വിളിക്കുന്നവരെ ഞങ്ങളിവിടെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. എന്തടേ, ശരിയല്ലേ? പിന്നല്ലാതെ. ഇത് ഞാൻ സമ്മതിക്കത്തില്ല. കൂടുതൽ തുക വിളിക്കുന്നവനാ ലേലം പിടിക്കുന്നത്. അതാ നാട്ടു നടപ്പ്. നാട്ടു നടപ്പൊക്കെ എനിക്കും അറിയാടാ. പക്ഷേ ഇവിടത്തെ ഒരു നടപ്പ് രീതി നിനക്കറിയില്ലല്ലേ?